അങ്ങനെ നമ്മൾ മുംബൈ ഖണ്ടാലയിൽ കറങ്ങി അടുത്ത ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് മുമ്പായിട്ട്, നമ്മളെ സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്തു. അപ്പോൾ ഒരു ചെറിയ ചാറ്റമഴയൊക്കെ പെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ അകലെ നമ്മുടെ 2 സാധനങ്ങളെ കൊണ്ടവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇവരവിടേക്ക് ഒന്ന് കെട്ടിയിട്ടേക്കണം കേട്ടോ. മേഞ്ഞോട്ടേന്ന് വിചാരിച്ച് കെട്ടിയിട്ടേക്കണ. ഒരെണ്ണം താഴെ കിടപ്പുണ്ട്, ഒരെണ്ണം അങ്ങനെ നിൽപ്പുണ്ട്. ഒട്ടകങ്ങൾ വരിയായി ആ പുല്ലിൻ്റെ ഇടയിൽ അത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബ്യൂട്ടി ഇങ്ങനെയുണ്ട്. നൈസല്ലേ? ഒരു മഞ്ഞ കളർ പുല്ലിൻ്റെ നടുക്ക് തവിട്ട് കളറിലുള്ള, മഞ്ഞല്ല തവിട്ട് കളർ പുല്ലിൻ്റെ നടുക്ക് തവിട്ട് കളറിലുള്ള ഒട്ടകം നിൽക്കുമ്പോൾ ഉള്ള ഫീല്. ശരിക്കും നമ്മൾ ഈ ഫീല് കാണുമ്പോൾ രാജസ്ഥാനിലൊരു പ്രാവശ്യം പോയി കാണണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അല്ലേ? പോകും, നമ്മൾ രാജസ്ഥാനിൽ പോകും. ഇതാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ്. നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോഴാണ് അവന്മാരെ കണ്ടത്. അപ്പോൾ നമ്മൾ പാർക്കൊക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കണ്ടേ? അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് കഴിഞ്ഞ ഒരു വീഡിയോസിനൊക്കെ മുമ്പ് ചെയ്തില്ലേ ഒരു ടൈഗർ പോയിൻ്റ്. അപ്പോൾ ടൈഗർ പോയിൻറ്റിൻ്റെ വേറിട്ട് അതിൻ്റെ മറുപുറം ടൈഗർ പോയിൻ്റ് നമ്മൾ കണ്ടത് ഒരു മലയുടെ ഇടത് സൈഡും വലത് സൈഡുമായിട്ട് ഉള്ള മലകളും ഇതായിട്ടാണ് കണ്ടത്. നമ്മളിപ്പോൾ അത് കറങ്ങി ആ മല കറങ്ങി ഇപ്പുറത്ത് വന്നു. അപ്പോൾ അങ്ങടേക്ക് പോകുന്ന വഴിയിൽ നിറയെ സംഭവങ്ങളുണ്ട് കാണാനായിട്ട്. എന്തൊക്കെയാണ് അവർ പറയണത് ഒരു പിടുത്തമില്ല. നമ്മൾ കറങ്ങി വന്നത് ഇതവിടെ നിന്നാണ്. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ കറങ്ങി ഇങ്ങനെ വന്നു, റോഡ് മാർഗം വന്നു. മഴ പെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ റോഡ് മാർഗം നമ്മൾ വന്നു. ഇതിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റ് പ്ലേസാണ്. അതും ശരിക്കും പറഞ്ഞാൽ മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ആ മഴയത്ത് നമ്മൾ എടുക്കാൻ കാരണം ആ മഴയിൽ നിന്നുള്ള ബ്യൂട്ടി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കിട്ടിയാൽ നമ്മൾക്ക് രക്ഷപ്പെടും, കിട്ടിയാൽ നമ്മൾ പൊളിക്കും. നല്ല നൈസ് ബ്യൂട്ടി കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. നമ്മളിപ്പോൾ കണ്ട മലയുടെ വേറൊരു ഭാഗമാണിത്. അപ്പോൾ ഈ മഴയത്ത് നമുക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചായ കിട്ടുമെന്ന് അറിഞ്ഞൂടാ, എങ്കിലും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ശ്രമത്തിൽ നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവാണ്. അവിടെ ഇതേ കണ്ട ഒരു ക്യാമലിനെ നിർത്തിയിട്ടാണത്. ഇതാണ് അതിൻ്റെ പരിപാടി. ആ ക്യാമലിനെ കൊണ്ടുവന്നിട്ട് അവർ ഇതുപോലെ റെഡിയാക്കി നിർത്തും. അതിൻ്റെ മുകളിലേക്ക് ആൾക്കാരെ കയറ്റിയിട്ട് അങ്ങനെ റൗണ്ട് ചുറ്റിക്കും. അത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. വീഡിയോയിലെ നോക്കി രസമല്ല, എന്താ ഫ്രെയിം രസമല്ലേ? അതൊരു നാരങ്ങ ഇരിക്കുന്നുണ്ടോ? നാരങ്ങ വെള്ളത്തിൽ
ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ കിട്ടുള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്, ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ രസമായിരിക്കുന്നത്. മഴയും കിട്ടി, രസവും കണ്ടു. അപ്പോൾ ഇനി മുംബൈയിലേക്ക് ആരെങ്കിലുമൊക്കെ യാത്ര വരാണെങ്കിൽ നിങ്ങൾ ഈ വഴി വരാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് മുംബൈ സിറ്റിയിൽ നിന്ന് കണ്ടാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ട് കണ്ടാലയിൽ നിന്നും റൈറ്റ് കയറി പോയാൽ, കണ്ടാലയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, കണ്ടാലയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നുള്ളൂ. അപ്പോൾ റൈറ്റ് കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാണാം നമ്മുടെ ഒരു ഫാൾസ്, പിന്നെ ടൈഗർ പോയിൻ്റ്, ലയൺ പോയിൻ്റ്, പിന്നെ ഒരു സ്ഥലമുണ്ട്, ടോപ്പ് വ്യൂ. നമ്മൾ കണ്ട് എല്ലാം നമ്മുടെ ചാനൽസിലും നമ്മുടെ വിവേജിലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാണാം. കണ്ടിട്ട് നിങ്ങൾ രസമായിട്ട് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം യാത്ര ചെയ്യാം. മനസ്സൊക്കെ ഒന്ന് എല്ലാവർക്കും തണുക്കട്ടെ. ഞാൻ എൻ്റെ പുറകിൽ ഞാൻ ആ ഫ്രെയിം പിടിക്കുന്നതുകൊണ്ടാണ് ശ്രദ്ധ അങ്ങോട്ടേക്ക് പതിയെ മാറുന്നത്. കാരണം വെച്ചാൽ ആ ബ്യൂട്ടി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ബ്യൂട്ടിയാണ്. ഞാനിപ്പോൾ അപ്പുറത്തേക്കൊന്ന് കാണിച്ചത് വേണ്ടോ. ഞാൻ സംസാരിക്കുമ്പോൾ ആ ബ്യൂട്ടി ശ്രദ്ധിച്ചിട്ടായിരിക്കണേ. ഞാനത് കഴിഞ്ഞിട്ട് ആ ഫ്രെയിമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നല്ല രസമല്ലേ എന്നൊക്കെ. മനോഹരമായ ഒത്തിരി അനുഭവങ്ങൾ നമുക്കിവിടെ കിട്ടും. ഒത്തിരി അനുഭവങ്ങൾ എന്ന് വെച്ചാൽ വളരെ വാല്യൂബിളായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ശാന്തതയും മനസ്സിനൊരു സന്തോഷവും കിട്ടുന്ന ഒരു മെഡിറ്റേഷൻ ഫീലൊക്കെ ഉള്ള അനുഭവങ്ങൾ കിട്ടും. കാരണം നമുക്കെല്ലാം സമ്മാനിക്കുന്ന പ്രകൃതിയാണ്. അപ്പോൾ ആ പ്രകൃതിയിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ഇടവഴി പോകുമ്പോൾ നമ്മളിതേ ഒരാൾ പുറകിലൂടെ നടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലുണ്ട്. അല്ല, ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? നൈസായിരിക്കില്ലേ? അതൊക്കെയാണ് അതിൻ്റെ. അതുപോലെ അവിടെ ഒരാളെ ഇരുത്തിയിട്ട് പുറകിൽ നിന്ന് ഒരു ഷോട്ട് വെച്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? നല്ല രസമായിരിക്കില്ലേ? എല്ലാം ആസ്വദിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങി വരിക, സഞ്ചരിക്കുക. യാത്രകൾ നമ്മളുടെ അറിവിനെ വളർത്തും, മനസ്സിൻ്റെ സന്തോഷത്തിനെ വളർത്തും, ചിന്തകളെ വളർത്തും. നമ്മളറിയാത്ത നമ്മളുടെ ഇടുങ്ങിയ ചിന്താഗതിയിൽ പുറത്തൊരു ലോകമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ ലോകത്തിലൂടെ യാത്ര ചെയ്യാൻ നോക്കും. നമ്മൾ ചുറ്റും കൂടി നമ്മളെക്കുറിച്ച് നോ പറയുന്ന അല്ലെങ്കിൽ നമ്മളെ റിജക്റ്റ് ചെയ്യുന്ന 4 പേരാണ് നമ്മളുടെ ലോകം എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ വേവലാതിപ്പെടുന്നതിനേക്കാൾ ഉപരി അതല്ല ലോകം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു വലിയൊരു ചിന്ത അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. കാരണം ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പരസ്പര ബഹുമാനമുണ്ട്. സംസാരത്തിലല്ല, അതായത് അങ്ങനെയൊക്കെയാണ് വിളിക്കുക. പക്ഷേ പരസ്പരം അവരവരുടെ കാര്യത്തിൽ ഒരാൾക്ക് മറ്റുള്ള ഭവ്യതയല്ല, അവർക്ക് റിയാലിറ്റിയിലുള്ള യാത്രയാണ് അവർക്കുള്ളത്. അവരൊരു ഭയങ്കര രസമുള്ളൊരു തരം പെരുമാറ്റമാണ് അവരുടേത്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം. മുംബൈ ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ, ബിസിനസ് സെൻ്റർ അല്ലേ. അവിടെയും നമുക്ക് അത്യാവശ്യം എല്ലാം നല്ല റെസ്പോൺസാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മളിടയ്ക്ക് കുറേ പേര് നമ്മൾ നോക്കി ചിരിക്കും, ചിലർ ഹായ് പറയും. നമ്മൾ ഹായ് പറഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പോയിപ്പോൾ അവർ മുഖം മങ്ങിയിട്ട് പോയിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആംഗിളിലായിരിക്കും ചില സമയത്ത് ശ്രദ്ധ പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹായ് പറഞ്ഞിട്ട് വരാം. അപ്പോൾ ജാടയാണെന്ന് വിചാരിച്ചിട്ട് ജാടയൊന്നുമില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ വളരെ മനസ്സിന് തൃപ്തി തരുന്ന, മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി അനുഭവങ്ങൾ ലഭിച്ച യാത്രയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. മഴ കാരണം നമ്മളൊന്ന് കയറിയിരുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ പയ്യെ സ്കൂട്ടാവും. ഓക്കെ.